നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സെബദി പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് യേശുവിൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരുടെ അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സുജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സെബദി പുത്രന്മാരിൽ ഒരുവനായ യാക്കോബ്, അതുപോലെ തന്നെ ഈശോയുടെ അപ്പസ്തോല ഗണത്തിൽ വളരെ പ്രമുഖനായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യാക്കോബ്. ഈശോയുടെ പാനപാത്രത്തിൽ ആദ്യം പങ്കുചേർന്ന, ആദ്യമായി അപ്പസ്തോല ഗണത്തിൽ നിന്ന് രക്തസാക്ഷിയായ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ്. ഒത്തിരിയേറെ വിശുദ്ധീകരണം പ്രക്രിയയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന പേരിലാണ് യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ അറിയപ്പെടുക. അവരുടെ ഒത്തിരിയേറെ സ്വഭാവത്തിലും ഒത്തിരിയേറെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായിരുന്ന് ക്രിസ്തുവിൻ്റെ ആ ഒരു വലിയ ഉദ്ധാന അനുഭവവും ആത്മാവിൻ്റെ അഭിഷേകവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയ യാക്കോബ് ശ്ലീഹായെ കാണാൻ പറ്റും. തൻ്റെ ജീവിതം മുഴുവനും ദൈവജനത്തെ എപ്രകാരം അവരുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണമെന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ചിന്ത. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് അർത്ഥശൂന്യമാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വളരാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണമെന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടും പഠിപ്പിച്ച് വിശുദ്ധൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. നമുക്ക് ഇത് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തും സെബദി പുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുക്കൽ വന്ന് അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരു വരം ചോദിക്കുകയാണ്. സെബദിയുടെയും സലോമിയുടെയും മക്കളായിട്ടാണ് സെബദി പുത്രന്മാർ അറിയപ്പെടുന്നത്, യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും. അതുകൊണ്ട് ഈശോയുടെ ഒരു സഹോദരനാണ് എന്നുകൂടി കൃത്യമായിട്ട് പറയണം, കസിൻസാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, എൻ്റെ ഒരു മകനെ ഒരു വശത്തും ഇടതുവശത്തും മറ്റൊരു മകനെ വലതുവശത്തും ഇരുത്താനായിട്ടുള്ള കൃപയുണ്ടാകണം. അപ്പോൾ അത് ചോദിച്ചു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഈശോ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈശോ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഇവരോട് അരോചകം തോന്നത്തക്ക രീതിയിലുള്ള ഒരു വരമാണ് സെബദി പുത്രന്മാരുടെ അമ്മ ചോദിച്ചതെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെ എല്ലാം അടുത്ത് വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്, അധികാരമോഹികളായിട്ടുള്ളവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാൻ പാടില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ശുശ്രൂഷയുടെയും ദാസൻ്റെയും മനോഭാവമായിരിക്കണം എന്നെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് ക്രിസ്തു കൃത്യമായിട്ടും പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും അധികാരം നേടിയെടുക്കാനും അല്ലെങ്കിൽ ഒന്നാമനാകാനും വലിയവനാകാനൊക്കെ ആയിട്ടുള്ള പരിശ്രമം ഒത്തിരിയേറെ നടക്കുന്നുണ്ട്. ഏത് സാഹചര്യം, പ്രത്യേകിച്ച് ഒത്തിരിയേറെ കലഹങ്ങളിലേക്ക് പോലും നമ്മുടെ ജീവിതങ്ങളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന മനോഭാവമാണിത്. അതായത്
ഞാനാണ് വലിയവൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു മനോഭാവമൊക്കെ പലപ്പോഴും ഒത്തിരിയേറെ കലഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കാറുണ്ട്. പക്ഷേ ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഏറ്റവും എളിമയോടെ പെരുമാറാനായിട്ട് പരിശ്രമിക്കും. എൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ വ്യക്തികളെ, ശ്രേഷ്ഠരായ വ്യക്തികളെ കാണാൻ പറ്റി. അവരുടെ ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോൾ അവരുടെ മനസ്സിലായി അവരുടെ വലിപ്പം എന്ന് പറയുന്നത് ഏറ്റവും വിനീതമായി സൗമ്യമായി അവർക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവരുടെ അധികാരത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റോ സാമ്പത്തികമായ മേന്മയോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളോ ഒന്നുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ വലിപ്പം നിശ്ചയിക്കുന്ന അവരുടെ ആ സ്വഭാവത്തിലുണ്ടാകുന്ന ആ ഒരു വിനയമൊക്കെയാണ്. ആ ഒരു വലിയ മനോഭാവത്തിലേക്കാണ് നമ്മളെല്ലാവരും വളരേണ്ടത് എന്നുള്ള കാര്യമാണ് ഈശോ ബാക്കി ശിഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഇതുപോലെ അധികാരമോഹികളായിരുന്ന അല്ലെങ്കിൽ ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ റെക്കമെൻഡേഷനുമൊക്കെ ആയിട്ട് വന്ന ഈ ഒരു പുത്രന്മാരുടെ ജീവിതം പിന്നീട് നമ്മൾ കാണുന്നത് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു തീർക്കാൻ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരിയേറെ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ്. ഈ തിരുനാളിലും നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ജീവിതവും ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ. നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം വിനീതമായി, എന്തുമാത്രം എളിമയോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു വലിയ ക്രമം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഏറ്റവും സൗമ്യമായി ശാന്തതയോടെ ജീവിത സാഹചര്യങ്ങളെ നേരിടുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.